സ്വർണത്തിന്റെ ഉൽപ്പത്തിയും സ്വർണം ഈ കാലഘട്ടത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയുമൊക്കെ ആസ്പദമാക്കി MA യൂസഫ് അലിയുടെ മകളും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്ക് ആൻഡ് ഫൗണ്ടേഷൻ സ്ഥാപകയുമായ ഷഫീന യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള പൊന്നുപോലെ ആർട്ട് എക്സിബിഷന് തുടക്കമായി. കൊച്ചി മുസിരീസ് ബിനാലയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി കൽവത്തി റോഡിലെ KM ബിൽഡിംഗിൽ ആരംഭിച്ച എക്സിബിഷൻ UAE എംബസി പ്രതിനിധി മജീദ് M നെഖ്ലാവി ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, വ്യവസായ മന്ത്രി P രാജീവ്, ഹൈബി ഈഡൻ MP, കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ V വേണു, ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണാചാരി, ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ്, ഷഫീന യൂസഫ് അലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏത് സന്തോഷകാര്യത്തിനും എന്റെ പൊന്നെ എന്ന് വിളിക്കാത്ത മലയാളികളുണ്ടോ? കുടുംബത്തിന്റെ എല്ലാ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഈ വാക്കിന് പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികൾ. സ്വർണം പോലെ പവിത്രമായ പല കാര്യങ്ങൾക്കും വാചകമായി മലയാളികൾ പറയാറുള്ളത് എന്റെ പൊന്നെ എന്നാണ്. അത്തരത്തിൽ തന്നെയാണ് തന്റെ ഈ ആർട്ട് എക്സിബിഷന് പേരിട്ടിരിക്കുന്നത് എന്ന് റിസ്ക് ആർട്ട് ഫൗണ്ടേഷൻ സ്ഥാപകയും MA യൂസഫ് അലിയുടെ മകളുമായ ഷഫീന യൂസഫ് അലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UAEയും ഇന്ത്യയും തമ്മിലുള്ള കലാപരമായും സൃഷ്ടിപരവുമായുള്ള കൂടിച്ചേരലുകൾക്ക് പൊന്നുപോലെ എന്ന ഈ എക്സിബിഷൻ നാഴികക്കല്ലായി മാറും. അതിനാൽ തന്നെയാണ് എമിറാത്തി കലാകാരന്മാരെയും ഇന്ത്യൻ കലാകാരന്മാരെയും ഉൾപ്പെടുത്തി ഇങ്ങനെയൊരു ദൗത്യം ഏറ്റെടുത്തത്. ഇത്തവണത്തെ ബിനാലയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി ക്യൂറേറ്ററായ മൂർത്തസയെ സമീപിച്ചപ്പോഴും അദ്ദേഹവും ഇക്കാര്യത്തിൽ വളരെ അനുകൂലമായി പ്രതികരിച്ചു. ഇതോടെ തന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയായിരുന്നു. നിരവധി കലാകാരന്മാരുടെ കലാസൃഷ്ടികൾക്ക് പൊന്നുപോലെ എക്സിബിഷൻ വലിയ വേദിയാകുമെന്നും ഷഫീന കൂട്ടിച്ചേർത്തു. പൂർവികർ ഇന്ത്യക്കാരാണെങ്കിലും ജന്മം കൊണ്ട് അമേരിക്കൻ വംശജനായ തനിക്ക് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രധാന എക്സിബിഷന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് പൊന്നുപോലെ എക്സിബിഷന്റെ ക്യൂറേറ്ററായ മൂർത്താസ് വാരി പറഞ്ഞു. പല സംസ്കാരങ്ങളാൽ വൈവിധ്യമാണ് ഇന്ത്യയുടെ കലാസംസ്കാരം. അതിന് ഉതകുന്ന രീതിയിൽ ഒരു കലാസൃഷ്ടി വെല്ലുവിളിയായിരുന്നു. മറാത്തിയും ദക്ഷിണ ഉത്തരേന്ത്യ എന്നീ പ്രദേശങ്ങളടങ്ങുന്ന നിരവധി സംസ്കാരങ്ങളാൽ സമ്പന്നത ഏവരെയും ആകർഷിക്കുന്നതാണ്. അതിനാൽ തന്നെയാണ് എല്ലാ കലാസൃഷ്ടികളും പൊന്നുപോലെയിൽ ഒരു കുടക്കീഴിൽ എത്തിച്ചത്. അതിന്റെ മഹത്വം തിരിച്ചറിയാൻ കേരളത്തിലെ കലാ ആസ്വാദകർക്ക് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ വ്യാവസായിക ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് പൊന്നുപോലെ എക്സിബിഷൻ എന്ന് MA യൂസഫ് അലി പ്രതികരിച്ചു. ഒരുപാട് എമിറാത്തി കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ട് പൊന്നുപോലെ എക്സിബിഷൻ ശ്രദ്ധേയമാണ്. നിരവധി കലാകാരന്മാരുടെ പ്രദർശനങ്ങൾ മേളയിൽ വരും ദിവസങ്ങളിലും അരങ്ങേറും. ഇന്ത്യയും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ബിസിനസ് വളർന്നതും അതിന്റെ ആസ്ഥാനവുമെല്ലാം UAEയിലാണ്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള കഥ പറയുന്ന എക്സിബിഷന് പ്രാധാന്യമേറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ മകൾക്ക് കലയോടാണ് ഇഷ്ടമെന്നും എനിക്ക് എന്റെ മകളെയാണ് ഇഷ്ടമെന്നും യൂസഫ് അലി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 20-ലധികം കലാകാരന്മാരെ അണിനിരത്തുന്ന ഗോൾഡ് തീമിൽ ഒതുങ്ങുന്നതാണ് ഈ എക്സിബിഷൻ. പ്രശസ്ത കലാകാരനുമായ മൂർത്തസ് അവലിയാണ് എക്സിബിഷൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇന്ത്യ, UAE, അമേരിക്ക, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള 20-ലധികം കലാകാരന്മാരാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത്. മാർച്ച് 31 വരെ ബിനാലയിൽ പൊന്നുപോലെ പ്രദർശനം തുടരും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.